പറയണ്ടേ, പറഞ്ഞാലേ വരൂ. അമ്പലത്തിൽ നിന്ന് പറയണോ? ആ പിന്നെ ശ്രീമഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ വീട്ടിന്റെ പ്രതിഷ്ഠാപന മഹോത്സവം കേന്ദ്രമായി ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. മാർച്ച് 22 മുതൽ മാർച്ച് 30 വരെയുള്ള സമയങ്ങളിൽ കൂടാളിക്കൂട്ടം മൂന്നത്തുമായിട്ടുള്ള ശ്രീ മഹാദേവ ക്ഷേത്ര സമിതി.
കുംഭം വള്ളത്തുംപറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന മഹോത്സവവും അതോടൊപ്പം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ വേദിയിൽ നമ്മുടെ മാർഗദർശിയായ പരമേശ്വരൻ നമ്പൂതിരി മാസ്റ്ററുണ്ട്. അപ്പം അദ്ദേഹം ഇതിന്റെ അധ്യക്ഷനായിട്ട് ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. പരമേശ്വരൻ നമ്പൂതിരി മാസ്റ്ററെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ സപ്താഹത്തിന്റെ യജ്ഞാനത്തിന് പ്രഭുശ്രീ പെരികപ്പന ദേവകൃഷ്ണൻ നമ്പൂതിരി അവർ ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും ഈ സദസ്സിൽ വേദിയിൽ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തോടൊപ്പം സഹാചാര്യന്മാർ കൂടിയുണ്ട്. അവരെയും സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഈ ഒരു വർഷത്തിനിടയിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ ക്ഷേത്രത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ നല്ല വാക്കുകൾ സംസാരിക്കുന്നതിനായിട്ട് അധ്യക്ഷനായ പരമേശ്വരൻ നമ്പൂതിരി മാസ്റ്ററെ ക്ഷണിക്കുകയാണ്. നടക്കുന്നത് ദീപപ്രജ്വലനമാണ്. ഈ ഒരു മഹായുദ്ധത്തിന്റെ സമാരംഭം കുറിക്കുക എന്നുള്ളത് ഈ വേദിയിൽ വെച്ചിരിക്കുന്ന വലിയ നിലപാടും കൊടുത്തുണ്ടാവും. ആദ്യം നമ്മുടെ ക്ഷേത്ര മേൽശാന്തി അദ്ദേഹം ഈ വേദിയിലേക്ക് വന്ന് തിരികൊടുത്തുന്നുണ്ടാവും. പിന്നെ ഇവിടെ വേദിയിൽ സന്നിഹിതരായ ശ്രേഷ്ഠ വ്യക്തികളും തിരികൊടുത്തുന്നുണ്ടാവും. ഞാൻ മേൽശാന്തി അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ മണ്ഡപത്തിലേക്ക് ക്ഷണിക്കുന്നു. राम हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഒരു സ്വപ്നത്തിൽ കാണും പോലെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുടികൊള്ളുന്ന ചൈതന്യത്തെ കുറിച്ച് ചിന്തിക്കാൻ, ജ്യോതിഷവിധിയെ ചിന്തിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കണം എന്നൊക്കെ ആഗ്രഹിച്ചുവെങ്കിലും അത് ഭഗവാന്റെ ഒരൊറ്റ കാരുണ്യം കൊണ്ട് ഇവിടെ പരിലസിക്കുന്ന ഉമാമഹേശ്വര ഭഗവാന്റെ ഒരേ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം സാധിക്കുന്നതാണ്. ഈ ഗ്രാമാന്തരീക്ഷത്തിൽ എത്രയോ തലമുറകൾക്ക് സാധിക്കാത്ത മഹത് കാര്യം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഞാൻ ആദ്യം സംബോധന ചെയ്യാൻ ഉദ്ദേശിച്ച വാക്ക് ഭാഗ്യശാലികളായ ഭക്തജനങ്ങളെ എന്ന് വിളിക്കാനാണ് ആഗ്രഹിച്ചത്. കഴിഞ്ഞ വർഷം നമുക്ക് അക്ഷരാർത്ഥത്തിൽ ഭഗവാന്റെ ആ ചൈതന്യത്തെ ശിവലിംഗ രൂപത്തിൽ ഇവിടെ കൊടിയിരുത്തുവാൻ ആചാര്യന്റെ നേതൃത്വത്തിൽ 6-7 ദിവസത്തെ ക്രിയകളെ കൊണ്ട് നമുക്ക് സാധിച്ചു. അത് വേണ്ടതുപോലെ ആയി എന്നുള്ളതിന് നമുക്ക് തന്നെ അന്ന് ഭഗവാൻ നിമിത്തം കാണിച്ചു തന്നു. ആ നടയടച്ച് തുറക്കുന്ന ദിവസം രാവിലെ നാട് മുഴുവൻ പെരുമഴ പെയ്ത സമയത്ത് നമ്മുടെ ഈ ഭഗവാൻ ഓർമ്മിക്കത്തക്ക രീതിയിൽ ആ മഹോത്സവം, ആ
സംശയം കലശത്തിന്റെ ബ്രഹ്മകലശത്തിന്റെ സ്വാഗതസംഘം രൂപീകരിക്കുമ്പോൾ സംശയിച്ചിരുന്നു. പക്ഷെ ഭഗവാൻ അത് ആഗ്രഹിച്ചു. ഈ ഒരു വർഷം യാതൊരു മുടക്കമില്ലാതെ വളരെ സന്തോഷത്തോടെ നടത്താനും സാധിച്ചു. അതൊക്കെ ചെറിയ പുണ്യമല്ല, വലിയ പുണ്യം തന്നെയാണ്. അതിന്റെ വാർഷികം എന്ന നിലക്ക് പ്രതിഷ്ഠാദിനം നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം വഹിക്കുന്നത് യജ്ഞാചാര്യനായിട്ട് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന പ്രായം കൊണ്ട് ചേർന്നെങ്കിലും അനുഭവ സമ്പത്ത് കൊണ്ട് ജ്ഞാനവൃദ്ധനായ ബ്രഹ്മശ്രീ വടശ്ശേരി പെരികവനയിലും ജയകൃഷ്ണൻ നമ്പൂതിരി അവരുകളാണ്. ജയകൃഷ്ണനെ പറ്റിയിട്ട് പേര് പറയാം, കാരണം ഞാൻ അത്ര ചെറിയ പ്രായത്തിൽ കാണുന്ന ആളാണ്, അറിയുന്ന ആളാണ്. സംസ്കൃതാധ്യാപകനായിട്ട് ജോലിയിൽ കയറിയെങ്കിലും ഭഗവാന്റെ വിളി, നിന്റെ ദൗത്യം ഇവിടെയല്ല, നിന്റെ ദൗത്യം ഭക്തന്മാരിലേക്ക് എന്റെ കഥകൾ പ്രചരിപ്പിക്കലാണ് എന്ന ഒരു നിയോഗം കൊണ്ടോ എന്നറിയില്ല. അധ്യാപന വൃത്തിയിൽ നിന്ന് സ്വയം വിരമിച്ചിട്ട് ഈ ഒരു രംഗത്തേക്ക് പൂർണ്ണമായിട്ടും ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ കഥകൾ ഭാഗവത്തിലാണ് ഭഗവാന്റെ പൂർണ്ണ കഥകൾ വർണ്ണിച്ച് കാണുന്നത്. ആ ഭഗവാന്റെ കഥകൾ ഭക്തന്മാരിലേക്ക് വേണ്ട വിധം എത്തിക്കാനുള്ള ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ജയകൃഷ്ണൻ പല പല മഹാക്ഷേത്രങ്ങളിലും ഈ ഒരു ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇവിടെ ജയകൃഷ്ണൻ ആയിരുന്നില്ല നമ്മൾ ആദ്യം നിശ്ചയിച്ചത്, പക്ഷെ ഭഗവാൻ നിശ്ചയിച്ചത് ജയകൃഷ്ണനെയാണ്. അതുകൊണ്ടാണ് നോട്ടീസൊന്നും ഇല്ലാത്ത പേര് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഏതായാലും തന്റെ ദൗത്യം ഈശ്വര നിയോഗം കൊണ്ട് ഈ ഒരു രംഗത്തേക്ക് വന്ന, ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു, പ്രായം കൊണ്ട് ചെറുതെങ്കിലും ജ്ഞാനവർദ്ധനായിട്ട് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ജയകൃഷ്ണനെ നേരത്തെ സ്വാഗതം ചെയ്തുവെങ്കിലും രണ്ടു വാക്ക് ജയകൃഷ്ണനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ അതൊരു പോരായ്മയാവുന്നുള്ളത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഏതായാലും നമുക്ക് ഈ ഒരു യജ്ഞം നമ്മുടെ മനസ്സിൽ എന്തെന്നും നിലനിൽക്കുന്ന രീതിയിൽ വേണ്ടതുപോലെ പ്രതിപാദിക്കും എന്നതിന് യാതൊരു സംശയമില്ല. ഞാൻ ഒരു ശ്രോതാവായിട്ട് പല രണ്ട് മൂന്ന് വേദികളിൽ ഉണ്ടായിരുന്നു. അത് ആ ഒരു ഓർമ്മ നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ഈശ്വര യോഗം എന്ന് പറയാൻ കാരണം. ഏതായാലും ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ജയകൃഷ്ണനെ ഈ രീതിയിലേക്ക് ശ്രീമദ് ഭാഗവത മഹത്വത്തെക്കുറിച്ച് സൂചിപ്പിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നത്. അതുപോലെ തന്നെ ഈ പുതിയ കാലയളവിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ അതിന് ഈ ക്ഷേത്ര സമിതി നേതൃത്വം വഹിച്ചുവെങ്കിലും അതിൻ്റെ ശില്പഭംഗിയൊക്കെ വേണ്ടതുപോലെ നിർവഹിച്ചുകൊണ്ട് അതിൻ്റെ ശില്പിയായിട്ട് വന്നത് വർക്ക് ചെയ്തത് ശ്രീജിത്ത് എന്ന ചെറുപ്പക്കാരനാണ്. ആ നേരത്തെ നമ്മൾ നടപ്പന്തൽ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഭദ്രദീപം കൊടുത്തുന്ന സമയത്ത് ശ്രീജിത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിനായിട്ട് ക്ഷണിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുക്കാമെന്നതിനൊക്കെ ഒരു പൊന്നാട സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ശ്രീജിത്തിനെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ക്ഷേത്ര സമിതിക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ആയിക്കോട്ടെ, സന്തോഷം. ശ്രീത ഏറ്റവും ഭംഗിയായിട്ടുണ്ട്, സന്തോഷമായിട്ടുണ്ട്. യജ്ഞത്തിൽ ശ്രീ ജയകൃഷ്ണനെ സഹായിക്കുന്നതിന് സഹാചാര്യന്മാരായിട്ട് വന്നത് പാലകുന്നം ബ്രഹ്മശ്രീ പാലകുന്നം മുരളീകൃഷ്ണൻ നമ്പൂതിരി മുഴക്കുന്നാണ്. മറ്റൊരു വിശിഷ്ട വ്യക്തി ഭക്തൻ തേവടങ്കോട് ബ്രഹ്മശ്രീ നാരായണ നമ്പൂതിരി കോട്ടയത്തിനടുത്തുള്ള പാലയിൽ നിന്നാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. രണ്ടുപേരും വേദിയിലുണ്ട്. നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അവരെ വേണ്ടതുപോലെ പരിചയപ്പെടാം. ഏതായാലും പിന്നെ മറ്റു ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം, ഈശ്വര രൂപത്തിലുള്ള വിഗ്രഹം, അതാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ശ്രീകൃഷ്ണനെ ഏറ്റവും കാണാൻ ഭംഗി കുഞ്ഞായിരിക്കുന്ന കൃഷ്ണനെ കാണാനാണ് ഭംഗി എന്നാണ് പറയുന്നത്. അതാണ് അഗ്രേവൈശ്യാവി എന്നുള്ള നാരായണത്തിലെ അവസാനത്തെ ദശകത്തിൽ ഭട്ടതിരിപ്പാട് പ്രത്യേകം പറയുന്നത്. കൈശോര രൂപം എന്നോ കൈശോര വേഷം എന്നൊക്കെ പറയുന്നത്. ഏതായാലും ആ വേഷധാരിയായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം ഈ യജ്ഞവേദിയിൽ പൂജ ചെയ്തുകൊണ്ട് വെക്കുന്നുണ്ടാവും. താല്പര്യമുള്ളവർക്ക്
എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വളരെ ലിമിറ്റഡ് നമ്പർ മാത്രമേ ഉള്ളൂ. അത് ആവശ്യമുള്ളവർ കൗണ്ടറിൽ പേര് കൊടുത്ത് ആ യജ്ഞം തീരുന്ന സമയത്ത് യജ്ഞാചാര്യനിൽ നിന്ന് ഏറ്റുവാങ്ങാവുന്നതാണ്. അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം സച്ചിദാനന്ദരൂപായ കൃഷ്ണായ അക്ലിഷ്ടകർമ്മണേ നമോ വേദാന്തവിദ്യായ ഗുരവേ ബുദ്ധിസാക്ഷിണേ അവിദ്യാമൂലനാശിന്യേ വിദ്യാവയവമൂർത്തയേ സർവവിദ്യാപ്രദായിന്യേ മൂകാംബായേ നമോ നമഃ. ജന്മാദ്യസ്യേവന്നയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തിയൽ സൂരയ തേജോവാരിവൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാസ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമിത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭി ശുശ്രൂഷുഭിസ്തൽക്ഷണാൽ നിഗമകൽപതരോർഗണിതം ഫലം ശുകമുഖാദവതദ്രവസംയുതം വിപദ ഭാഗവതം രസമാലയം മുഹുരഭോ രസികാ ഭുവി ഭാവുകാഃ സർവമംഗളമണ്ഡലേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണ നമോസ്തുതേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ബാലായ നീലവപുഷേ നവകിങ്കിണീകജാലാഭിരാമജഘനായ ദിഗംബരായ ശാർദൂലദിവ്യനഗഭൂഷണഭൂഷിതായ നന്ദാത്മജായ നവനീതവിഷേ നമസ്തേ. ഏറ്റവും വലിയ സത്സംഗപ്രിയനായ ശ്രീ മഹാദേവന്റെ മഹനീയമായ ഈ ഒരു സന്നിധിയിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഭാഗവത സ്വരൂപിയായ ശ്രീ ഗുരുവായൂരപ്പനെ ശ്രവണം ചെയ്തുകൊണ്ട് നമസ്കരിക്കാൻ ഭാഗ്യമുള്ളവരായി നമ്മളൊക്കെ പരിണമിച്ചിരിക്കുകയാണ്. ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിലാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നതെന്നറിയാം. നവീനമായൊരു ക്ഷേത്രം, നവീനമായ നടപ്പന്തൽ, അതുപോലെ നവീനമായൊരു പുരാണം. ശ്രീമദ് ഭാഗവതം പുരാ അഭിനവം പുരാണം. വളരെ കാലം മുൻപ് എഴുതി വെച്ചതാണെങ്കിലും ഇന്നും പുതുപുത്തനാണ് ശ്രീമദ് ഭാഗവതം. ഇവിടെ ഈ ഒരു ഭാഗവത സപ്താഹ യജ്ഞത്തിന് പകരക്കാരനായിട്ടാണ് ഇവിടേക്ക് വന്നു ചേർന്നത് ബ്രഹ്മശ്രീ വട്ടപ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. അദ്ദേഹമാണ് തുടങ്ങി വെക്കേണ്ടിയിരുന്നത്. ഗുരുവായൂരപ്പന് ഒരു മമ്മിയൂരപ്പനുണ്ട്. നമുക്കറിയാം, ഗുരുവായൂരപ്പനെ തൊഴുതാൽ മമ്മിയൂരും കൂടി തൊഴണമെന്നാണ്. ഇവിടെ ഇപ്പൊ ഒരു പൂവത്തൂരപ്പനായിട്ടുള്ള ഗുരുവായൂരപ്പനും ഇവിടെ ഇതാ ഒരു മമ്മിയൂരപ്പനായിട്ടുള്ള മഹാദേവനും. ഇതും ഒരു കാലത്തിന്റെ സങ്കല്പമായിരിക്കാം. ഇങ്ങനെ വലിയൊരു കൂട്ടായ്മയാണ് യജ്ഞം ഉദ്ദേശിക്കുന്നത്.